ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. കുഞ്ഞമത്തി തേങ്ങ അരച്ച് വെച്ച കറിയും മത്തി പൊരിച്ചതും വെണ്ടക്ക തോരനും തൈരും അച്ചാറൊക്കെ ആയിട്ട് ഒരു ഉഗ്രൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഉച്ചയൂണി റെഡിയാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവാനായിട്ട് വെക്കുന്നുണ്ട്. കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ചോറ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കുന്നില്ല. പിന്നെ കറിക്കും തോരനും എല്ലാത്തിനും വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളിയും 2 തക്കാളിയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് എടുത്തിന്. പിന്നെ കുറച്ച് വെണ്ടയ്ക്കാണ് എടുത്തിന്. വെണ്ടക്ക തോരനും കുറച്ച് കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമത്തി തേങ്ങ അരച്ച കറിയും പിന്നെ മത്തി പൊരിച്ചതൊക്കെയാണ് റെഡിയാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മത്തി പൊരിക്കാൻ മസാല പരക്കി വെക്കാം. അപ്പോൾ മത്തിയിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും. മത്തിയൊക്കെ പൊരിക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടി അത്യാവശ്യം ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കി തുടങ്ങുമ്പോഴാണ് കറിവേപ്പില ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് അതുപോലെ വറവിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വെണ്ടക്ക വറവിലേക്ക് ഒരു പകുതി ഉള്ളിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പകുതി തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു വറവ്. പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ചിരകിയതാണ് വാങ്ങൽ. അപ്പോൾ ഇതുപോലെ ബോക്സിലാണ് കിട്ടുക. അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം ഉണ്ടാവും, കൂടി പോകണ്ട. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകം, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി കറി വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി തീരാനാവുമ്പോൾ കുറച്ച് 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉലുവ ഇട്ടിട്ട് അത് പൊട്ടി തീരാനാവുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും 4 പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒരുപാടങ്ങ് വഴറ്റി സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഈ ഒരു രീതിയിലൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നോക്കുക ഗ്രേവി എത്രത്തോളം തിക്ക് ഉണ്ടെന്ന്. അപ്പോൾ തിക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്, ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പുളി നന്നായിട്ട് കഴുകിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതുപോലെ പുളി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. തിളക്കുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ മീൻ പൊരിക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പൊരിക്കുമ്പോഴെല്ലാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.